ആ ഫർളുകൾ കഴിഞ്ഞിട്ടേ അള്ളാഹുവിന്റെ സുന്നത്തുകൾ വേണ്ടൂ എന്ന് മഹാനായ ശുദ്ധീക തങ്ങൾ പറഞ്ഞ വസിയത്ത് ഓർമ്മയില്ലേ? ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാ. ഒരാഘോഷമുണ്ടെങ്കിൽ അന്ന് നിസ്കാരമില്ല. വീട്ടിലൊരു സൽക്കാരമോ വിവാഹമോ ഉണ്ടെങ്കിൽ വിവാഹത്തലേന്നില്ല, വിവാഹത്തിന്റെ അന്നില്ല, പുതിയാപ്പിളക്ക് നിസ്കാരമില്ല, തേടിപ്പോകുന്ന പെണ്ണുങ്ങൾക്കില്ല, കൂടെ പോകുന്നവർക്കില്ല, കുട്ടികൾക്കില്ല. ആരും നിസ്കരിക്കാതെ എങ്ങനെയാണ് ഒരു ദിവസം കഴിച്ചു കൂട്ടുന്നത്? മേക്കപ്പ് പോകുമോ? അലങ്കാരം നഷ്ടപ്പെടുമോ? ഭംഗി കുറഞ്ഞു പോകുമോ? ഈ പേടിയും പറഞ്ഞ് ജോലിത്തിരക്ക് ആ ഒരു വിവാഹത്തിന്റെ ദിവസം എത്ര ഖൈറായ, അള്ളാഹുവിന് നന്ദി ചെയ്യേണ്ട, ശുക്ർ ചെയ്യേണ്ട ദിവസം, അള്ളാഹു ഒരു നിഅ്മത്ത് തരുന്ന ദിവസം റബ്ബിനോട് തിരിച്ച് ശുക്ർ ചെയ്യേണ്ടതിന് പകരം നമ്മൾ നിസ്കരിക്കാതിരിക്കുകയോ? അങ്ങനെ വന്നാൽ പിന്നെ എന്ത് ബറക്കത്താണ് ആ വിവാഹത്തിനുണ്ടാകുന്നത്, ആ വീട്ടിലുണ്ടാകുന്നത്? ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാ. ഉമർ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുന്ന, ഷഹീദാവാൻ കിടക്കുന്ന നേരം ഉമ്മത്തിന് തന്ന വലിയൊരു ഉപദേശമാണിത്. നിസ്കാരമില്ലാത്ത ആൾക്ക് ഈ ഉമ്മത്തിൽ ഒരു സ്ഥാനവുമില്ല, ഒരർഹതയുമില്ല. അതുകൊണ്ട് എനിക്ക് നിസ്കരിക്കണം എന്ന് പറഞ്ഞ് ഖളാ ആയി പോയ, ഖളാ എന്ന് പറഞ്ഞാൽ അദാ ആയി, ഇമാമായി നിസ്കരിക്കുമ്പോഴാണ് അബൂ ലുഅ്ലുഅ എന്ന് പറഞ്ഞ ദുഷ്ടനായ മനുഷ്യൻ, മജൂസിയായിരുന്ന, തീ ആരാധകനായിരുന്ന, പേർഷ്യക്കാരനായിരുന്ന ആള് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വയറ്റത്ത് വന്ന് കുത്തുന്നത്. ആ കുത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുന്നത്. മഹാനവറുകളെ സന്ദർശിക്കാൻ വന്ന എത്രയോ ആളുകൾ, ചെറുപ്പക്കാർ സന്ദർശനത്തിന് വേണ്ടി വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഒരാളെ കണ്ടുകൊണ്ട് പറഞ്ഞു, ഇർഫഅ ഇസാറക്, നിങ്ങളുടെ വസ്ത്രമൊന്ന് ഉയർത്തേണമേ. ഒരു ചെറുപ്പക്കാരൻ ഉമർ എന്നവരെ ആശ്വസിപ്പിച്ച് പോവുകയാണ്. ആ പോകുന്ന പോക്കില് ആ ചെറുപ്പക്കാരന് ഒരു ഉപദേശം ഫാറൂഖ് റളിയല്ലാഹു അൻഹു നൽകി. ഇർഫഅ ഇസാറക്, നിങ്ങളുടെ വസ്ത്രം ഞെരിയാണിക്ക് താഴെയാണല്ലോ, ഉയർത്തേണമേ എന്ന്. ഫാറൂഖ് റളിയല്ലാഹു അൻഹു റുദ്ദ അലയ്യ ശാബ്, ആ ചെറുപ്പക്കാരനോട് തിരിച്ചു വരാൻ വേണ്ടി പറയൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാനവറുകൾ തിരുത്തുന്നത്. രോഗശയ്യയിൽ സക്കറാത്തിന്റെ നേരത്ത് കിടക്കുമ്പോ ഒരു നസീഹത്ത് നൽകുകയാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അള്ളാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങളെ നമുക്ക് പുറത്തു തരട്ടെ, അള്ളാഹു നമുക്ക് മാപ്പാക്കി തരട്ടെ. ഈ സാരോപദേശങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കൊണ്ടുവരാൻ അള്ളാഹുവേ നീ സഹായിക്കണേ തമ്പുരാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ.